ബ്രോ ഇത് വാർ ഇപ്പൊ പ്രീ വാർ 2 മണിയായപ്പോ സേഫ് സോൺ ആയപ്പോ എന്തായി? രണ്ട് സൈഡിലും ഡൗൺ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഏകദേശം 20 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും. അവരും മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അതിന് ഉത്തരം പറയാൻ പറ്റിയ ഒരു അഡ്മിൻ അല്ല. ബ്രോ നമ്മൾ ഇത്രയും അഡ്രനലിൻ തരുന്ന ഒരു ഗെയിം കളിക്കുമ്പോ നമ്മള് ജയിക്കുന്ന മൊമെന്റിൽ നമുക്കൊരു ഇതുണ്ടാവും. ഈവൻ ദോ അത് സ്പോർട്സിലായാലും എന്തിലായാലും, ക്രിക്കറ്റ്, ഫുട്ബോൾ, നിങ്ങൾ കണ്ടിട്ടില്ലേ അഗ്രഷൻ കാണിക്കുന്നത് ഓരോരുത്തര്? അത് PP ആണോ? അത് ഫ്രസ്ട്രേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ അത് വിവരമില്ലായ്മയാ. അത് പറയണത് മീൻസ് അങ്ങനെ പറയണത് വിവരമില്ലായ്മയാ. നമുക്ക് ജയിക്കുമ്പോൾ ഒരു റേജ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് അത്രയും അല്ലെ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ആ സിറ്റുവേഷൻ എടുത്ത് അവരോടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആ റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലായ? ഇപ്പൊ അപ്പാപ്പനോടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു സാധനമാണ്, ആ ഒരു ദേഷ്യം, പുള്ളിയെടുത്ത് ഉണ്ടാക്കിയുള്ള ദേഷ്യം, ആ ഒരു സാധനമാണത്. അതൊക്കെ BP, അതൊക്കെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തൊക്കെ കളിയാക്കലുകളാണുള്ളത്. വിരാട് കോഹ്ലി അതാ പറഞ്ഞ, അവർക്കെല്ലാം അഗ്രഷൻ ഉണ്ട്. ലൈക്ക് ആ ഒരു സാധനം കാണിക്കുന്നു പറഞ്ഞാൽ അതൊരു നമ്മൾ ജയിച്ചതിന്റെ ആ ഒരു ഇതാ. അല്ലാതെ പ്രത്യേകിച്ച് ഇത് മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷൻ ഗെയിമാണ്, പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഗെയിമാണിത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായാലും നമ്മുടെ അടുത്ത് പറയുന്നതിന്റെ കോണയ്ക്ക് നമ്മൾ തിരിച്ചു പറയും. ആ സമയത്ത് അതൊന്നും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ആ പർട്ടിക്കുലർ പേഴ്സണ് BP ഉണ്ട്, അണ്ടി ഉണ്ടെന്നല്ല. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മനസ്സും പുന്നമോട് പോയോ കൂടുതൽ പത്രത്തിട്ട അടുത്ത ദിവസം ഞാൻ വീട്ടിലോട്ട് പോകും. അവിടെ ഞാൻ ഉണ്ടാവും. വരിക, എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോവുക, നമുക്ക് BP ചെക്ക് ചെയ്യാം, ഞാൻ കൂടെ വരാം. എന്നിട്ട് എൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം എനിക്ക് മേടിച്ച് തരണം. മരുന്നെല്ലാം മേടിച്ച് ഫ്രീ ആയിട്ട് തരണം. അങ്ങനെ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ഞാൻ കൂടെ വരുന്നതായിരിക്കും. പക്ഷെ വരുന്നവൻ എന്നെ കൊണ്ടുപോയിട്ട് BP ഇല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ അടിക്കുവേ. അത് ഓക്കെ ആണെങ്കിൽ വാ. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായ? എനിക്കിതുവരെ BP ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നത് കൊളസ്ട്രോൾ ആയിരുന്നു. അത് ഈ വീട്ടിലിരിക്കുന്നത് ചുമ്മാ വെളിയിലൊന്നും പോവാതെ ഈ ഗെയിമിനകത്ത് കയറി താളം അടിച്ച് ഇങ്ങനെ ഇരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. മനസ്സിലായേ? കൊളസ്ട്രോളും ദേഷ്യവും തമ്മിലൊരു ഇതില്ല. ദേഷ്യമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ പണ്ട് തൊട്ടേ സബ് ചെയ്ത ആൾക്കാർക്ക് ദേഷ്യവും ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാ സംസാരിക്കുന്നതെന്ന് പറയുന്നു. എൻ്റെ ആദ്യത്തെ അഗ്രഷനൊക്കെ കണ്ട. അപ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ 19ാമത്തെ വയസ്സിലത്തെ അഗ്രഷനും മറ്റേ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുള്ളൂ എന്നേ പറയുള്ളൂ എല്ലാവരും. അതൊക്കെ മെച്ചൂരാനിന്റെ തൈലത്തിന്റെ ഒരു എഫക്റ്റാ. എന്താടാ കുണ്ടൻ വാസു? ഞാൻ കുണ്ടനൊന്നും അല്ല ബ്രോ. എനിക്കാണെ ഉണ്ടല്ലോ, എനിക്ക് എന്റെ DNA ഒരു ആഞ്ചർക്കം താഴെ കിടപ്പുണ്ട്. മനസ്സിലായോ? ഞാൻ കുണ്ടനൊന്നും അല്ല. എനിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. എനിക്ക് വേറെ അത് തെളിയിക്കാൻ വേറെ ഇതൊന്നും എടുത്തു വെച്ച് കാണിക്കേണ്ട ആവശ്യം എൻ്റെ അടുത്തില്ല. ഞാൻ കുണ്ടനൊന്നുമല്ല. കഴിഞ്ഞോ? എന്തായെന്ന് പറഞ്ഞോ? ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ. ഞാൻ ഇത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എനിക്കിത് അറിയണം. കുറെ നേരമാണ് ഞാൻ ഇന്നൊരു അർജന്റ് കാര്യത്തിന് പോവാതെ ഞാനിവിടെ സാമാനം പൊക്കി ഇരിക്കുവാ. ഞാൻ ഇത്ര നേരമായിട്ട്. എവിടെ? ഹലോ എന്നുള്ളത് ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രീ വാർ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഹലോ കേക്കാം. അതല്ല എന്റെ ചോദ്യം. അതായത് പ്രീ വാർ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് പുള്ളി ഡിലേയിലാണ് കേട്ടോ, ഇപ്പോഴും വന്നിട്ടില്ല.
ഇനി ആൻസർ കണ്ടുപിടിച്ചിട്ട് വരത്തുള്ളൂ. വന്നോ നീലിന് പറഞ്ഞേ കേക്കാവോ കേക്കാവോ? എടാ അങ്ങനെ പറയല്ലോ കേട്ടോ. അതായത് പ്രീവാർ എൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് വിളിക്കുന്നത്? 15 മിനിറ്റിനുള്ളിൽ. 15 മിനിറ്റിനുള്ളിൽ അല്ലേ? നമ്മളിപ്പോ 25 മിനിറ്റ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല ബ്രോ, അത് സംബന്ധിച്ചാൽ പ്രീവാർ എൻഡ് ആയിട്ടില്ലല്ലോ. പ്രീവാർ നിങ്ങള് സേഫ് സോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വായിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഓൺ ഗോയിങ് സിറ്റുവേഷൻസും സേഫ് സോൺ സമയത്തിൽ സർവർ സൈഡ് എൻഡ് ചെയ്ത് വിടും അല്ലേ? പക്ഷേ ഇതിനകത്ത് നമുക്ക് അതാണ്, ഇതൊരു ഫസ്റ്റ് ടൈം ഈ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ആദ്യമായിട്ടാണോ എൻഡ് ചെയ്യുന്നത്? അല്ല ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതിനു മുമ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റുവേഷൻ ഞാനിപ്പോ ഒരു രണ്ട് സൈഡും ഡൗൺ ആവാത്ത സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി തോറ്റവരല്ലേ വിളിക്കേണ്ടത് മീറ്റിംഗ്? ഞങ്ങൾ ആവശ്യമല്ലല്ലോ വാർ കളിക്കേണ്ടത്. അതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതിന് എന്റെ മേളിലോട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ നമ്മൾ എന്തായാലും കാത്തു നിന്നു. നമ്മൾ 25 മിനിറ്റ് കാത്തു നിന്നു. ഇനി നമുക്ക് കാത്തു നിൽക്കാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യണം ബ്രോ. അവർക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ 3 ദിവസം കൂൾ ഡൗൺ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തോളാൻ പറയാം ബ്രോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടേ, ഓൾറെഡി ഈ സിറ്റുവേഷന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷന് വേണ്ടി അവരുടെ കോ ലീഡർ നമ്മളോട് വന്ന് ടൈം പറഞ്ഞ് നമ്മൾ ഇന്ന് റിവാർ തീർക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തൊട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഇത് കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്ത പുതിയ സിറ്റുവേഷൻ ആണ് ഇത്. അതിലും ഇവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡിലേ വന്ന് ഇവരുടെ സൗകര്യത്തിന് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. നമുക്ക് ഡെയിലി വാർ മാത്രം കളിക്കുന്ന ഗ്യാങ് അല്ല ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. ഞങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ ബ്രോ, നിങ്ങളെ കൺസേൺ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മാനേജ്മെന്റിനോട് അറിയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്നുള്ള ഡിസിഷൻ നിങ്ങളുടെ ചാറ്റിനകത്ത് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ അതൊക്കെ ബ്രോ. പ്രീവാർ എപ്പോയോ? ഇത് നോട്ട് ചെയ്യുന്ന ആക്സിലറേറ്ററിനെ നോട്ട് ചെയ്ത പുള്ളി ഉടനെ ചാമ്പ് വന്നു തോന്നുന്നു. ഇത് TVS ആണോ? എടാ ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് നീയൊക്കെ ഇവിടെ കളിക്കുന്നില്ലടാ. നീയൊക്കെ ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് നീയൊക്കെ ഇവിടെ കളിക്കുന്നില്ലടാ. അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ബ്രോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ ബ്രോ. 1:50 ടൈം പറഞ്ഞ് 1:47 നമ്മൾ അവിടെ എത്തി. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേ പോലും ഉണ്ടാവാതെ. നീയൊക്കെ കഴിഞ്ഞ പ്രീവാറിന് എങ്ങനെയാ വന്നേന്നറിയാവോ? നീയൊക്കെ എങ്ങനെ കഴിഞ്ഞ പ്രീവാറിന് വന്നേന്നറിയാവോ? 10 km/h സ്പീഡ് ലോക്ക് ആക്കി വെച്ചിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു വന്ന്. അതാണ് നിന്റെയൊക്കെ ആൾക്കാരുടെ ധൈര്യം, മനസ്സിലായ? പക്ഷെ നമ്മൾ അങ്ങനെയല്ല. 1:50 വരാൻ പറഞ്ഞപ്പോ 1:47 റെഡിയായി തല്ലാൻ അവിടെ വന്ന് നിന്ന്. ആ പ്രീവാറിനല്ല, വാറിന് ഞാൻ വെളിയിൽ നിന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ്. ഞാൻ വാറിന് അവിടെ വന്ന് ഞങ്ങൾ 1:47 ഒട്ടേ നിന്ന്. അതാണ് ഞങ്ങൾ കാണിച്ച ഇത്, മനസ്സിലായ? എന്നിട്ടും വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വന്ന് കഴിഞ്ഞതിന് ശേഷം നീയൊക്കെ എന്തോ ചെയ്തേ? പുഷ് ചെയ്തില്ല. ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ സ്ഥിരം കളിക്കുന്ന മലയിൽ പോയി ടർഫിൽ ക്യാമ്പ് ചെയ്യുന്നത് പോലെ പൊസിഷൻ പിടിച്ചിരിക്കുന്നു. ബ്രോ നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴും ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം? നമ്മള് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ബ്രോ? ഇതെങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറയാം. നിങ്ങൾക്ക് വേറെ ആളോടുള്ള ഇഷ്ടമല്ല ഇത് എന്നോടുള്ള ഹെയ്റ്റാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ തല്ലിയപ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തപ്പോഴോ ഉള്ള നിങ്ങൾക്ക് എന്നോടുള്ള ഹെയ്റ്റാ. അല്ലാതെ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. എൻ്റെ ചാറ്റിൽ പ്രത്യേകിച്ച് വന്ന് പറയത്തില്ല. നിങ്ങൾ അവിടെ പറയുന്ന എന്തോ ആയിക്കോ. എൻ്റെ ചാറ്റിൽ എന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾ വന്ന് ഈ കിക്ക് പോലത്തെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നിരുന്ന് പറയണമെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടമല്ല, ഇത് എന്നോടുള്ള ഹെയ്റ്റ് ആണ്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നിങ്ങൾക്കാണ് നിങ്ങൾ ഈ ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ശരിക്കുള്ള ഫ്രസ്ട്രേഷൻ. ഞാനൊന്നും ഒരിക്കലും ഈ പറയണത് പോലെ ഇഷ്ടമല്ലാത്ത ഒരാളെ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കൊരുത്തിനെ കണ്ടുകൂടാമെങ്കിൽ പോടാ കൊണ്ണേ എന്നുള്ളതൊരു രീതിയിലാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ ഒരുത്തൻ്റെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഫോളോ ചെയ്യാറില്ല. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരേത് പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഒരിക്കലും ഞാൻ ലീഗൽ കാണ്ടോൺ ബ്രോ ഞാൻ ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്നത്. ബ്രോ എന്നെ ട്രിഗറായി കാണാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ പറയണം. ഇതൊക്കെ ഞാൻ ട്രിഗറായി സംസാരിക്കുന്നതാണെന്ന്.
ഞാൻ ഇതിലും കാമായിട്ട് ഞാൻ ഓഡിയൻസിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഈ MRC വിഷയത്തെ പറ്റി. ഞാൻ ഭയങ്കര കാമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം, മനസ്സിലായ? ഇതൊന്നും അല്ല എന്റെ ട്രിഗർ. ഞാൻ ട്രിഗറായി സംസാരിക്കുന്നത് ഇങ്ങനൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, അതും കൂടി അങ്ങ് കാണിച്ചിട്ട് പോവാം. വെയിറ്റ്. ഇന്നലെ സിറ്റുവേഷൻ ആയി എന്ന് പറയുന്ന കാര്യം എന്താണ് പുള്ളിയുടെ ചാനൽ? MRC അപ്പാപ്പൻ തന്നെയാണോ ചാനലിന്റെ പേര്? അവിടെ പോയിട്ട് ചെവിയെല്ലാം വേദന. നിക്ക്. ആ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഞാൻ ഒന്ന് എടുത്തോട്ടെ. രണ്ട് ഇങ്ങോട്ടോ ഇവിടെ വെയിറ്റ്. സ്ക്രീൻ ഇടാം. വെയിറ്റ്. ഇത് നോക്കിയോ? എവിടുന്ന് MRCയുടെ വണ്ടി വരുവാണേ. വാർച്ചാലിൽ എന്താ ഇട്ടോ? വാർച്ചാലിൽ എന്തെങ്കിലും ഇട്ടോ? അത് അവരുമായിട്ടുള്ള സീൻ. ഇതാണ് ചീവയിലെ പിള്ളേര്, മനസ്സിലായേ? ഇതാണ് ചീവയിലെ പിള്ളേര്. അവരുടെ RP ആയിട്ട് അവിടെ അവര് വേറെ ആരോഗ്യമായിട്ട് RP ചെയ്തോണ്ടിരിക്കുക. അതായത് വഴി കാണുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് നീ എന്റെ ഗ്യാങ്ങിൽ ചേര്, നിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത് എന്നുള്ള രീതിയിൽ. അവിടെ യാതൊരുവിധ MRCയുടെ യാതൊരുവിധ പ്ലേസും ഇല്ല. കൺവേർഷൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അഡ്മിൻ കോളിംഗ്. ഓക്കെ. ഹലോ. എടാ അഡ്മിൻ വന്നായിരുന്നോടാ? എവിടെ? ഒന്ന് വിളിക്കുമോ? എന്താ പറഞ്ഞിട്ട് പോയെ? ഒന്ന് വിളിക്കുമോ? താഴോട്ടൊന്ന് വരാൻ പറയാം. ഞാൻ നിൽക്കുന്ന ഈ മാർക്കിലോട്ട്. വന്ന ഒരു നീല മനുഷ്യൻ. ഇല്ല ഇങ്ങോട്ട് വന്നില്ല. എടാ ഇവിടെ പറഞ്ഞില്ലേ? വില്ലപ്പിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ടും കാണിച്ചു തരാം. എന്തൊക്കെയാണ് എല്ലാരും നീ ദയവേത് ഇതിന്റെ ഇടയ്ക്ക് ഒന്നും സംസാരിക്കല്ലേ കേട്ടാ. ഓക്കെ, അത് മതി. അതാ നല്ലത്. ബ്രോ ചില്ലാവോ? ഓവറാവുന്നു. നോ ഹേറ്റ് ബ്രോ. ഞാൻ എന്ത് ഓവറായി ബ്രോ? ഇപ്പൊ ഞാൻ സംസാരിക്കാൻ തോന്നുന്നു. വാസുമനെ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ വേണ്ട സർവറൊന്നും കത്തിക്കല്ലേ, സർവറൊന്നും തീരല്ലേ. വേണ്ട ഒന്നും ചെയ്യല്ലേ. അഡ്മിൻ ടീമിനെ മൊത്തത്തിലേക്ക് മാറ്റിയാലോ? വേണ്ട. ഞാൻ എന്നെ ഒന്നും വിളിക്കല്ലേ അപ്പ, ഞാൻ തിരക്കാണേ. നീ പല കാര്യങ്ങളായിട്ടെ. എന്നെ ഒന്നും ഇതിനൊന്നും വിളിക്കല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാസുമോനെ പോലെ ഒരു ആക്റ്റീവ് ഒരു അഡ്മിനെയാണ് ഞാൻ തപ്പി നടന്നിട്ടുള്ളത്. എനിക്ക് താല്പര്യമില്ല. കാണുന്നുണ്ടോ? ഞാൻ നോക്ലിപ്പില്ല. ഇല്ല കാണുന്നില്ല. ഞങ്ങൾ ടീക്സ് തന്ന് നമ്മ സർവർ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞ് കിക്ക് ചെയ്ത് കളയുവേ. കൊണ്ടുപോയാ നിന്നെയൊക്കെ കൊണ്ടുപോയി. ഒരു എക്സ്പ്ലോയിറ്റും ഇല്ല. ടീക്സ് തന്ന്. ഇവിടെ പോയവരല്ല. ആർക്കറിയാം? എനിക്കറിഞ്ഞോടാ.
പ്രീ വാറിൽ ഇങ്ങനെ നടക്കാൻ പറ്റി ഇതെന്ത് ചെയ്താടാ